എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതായത് നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാതെയും നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാം. വാക്കുകൾ ഉപയോഗിക്കാതെ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം പുഞ്ചിരിയാണ്. പുഞ്ചിരിക്കണമെങ്കിൽ നമുക്കൊന്നും നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പ്രായമോ അതുപോലെ നമ്മുടെ പണമോ മതമോ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവരോടും പുഞ്ചിരിക്കാം. അപ്പോൾ ആ പുഞ്ചിരിയിലൂടെയും നമുക്ക് യേശുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ചിലപ്പോൾ ചിലരൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നെ തന്നെ എടുത്താൽ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര വലിയ ആലോചിച്ച് കൂട്ടി ഭയങ്കര വലിയൊരു പ്രശ്നമാക്കി പിന്നെ അതെൻ്റെ മുഖത്ത് തന്നെ കാണും. അത്രയും ഭയങ്കര ഡള്ളായിട്ടാവും എൻ്റെ മുഖമൊക്കെ ഇരിക്കുക. പക്ഷെ അതിന് മറിച്ച് മറ്റു ചിലർ അത് എത്ര വലിയ പ്രശ്നം അവർ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും അവർ പുറമേ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ ചിലപ്പം എന്തെങ്കിലും ക്യൂർ ചെയ്യാൻ പറ്റാത്ത അസുഖമുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്കറിയാം അവരുടെ അവസാനം അടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് പുറമേ കാണിക്കും. അപ്പോൾ അതൊരു മറ്റുള്ളൊരു വ്യക്തിക്കും അതൊരു ഹാപ്പി ഒരു സന്തോഷമാണ് പകർന്നു കൊടുക്കുന്നത്. അപ്പം ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും അസുഖമുള്ള ആൾ ഹാപ്പിയായി കാണുമ്പോൾ അതിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുള്ളൊരു വ്യക്തിയായിരിക്കും. ആ വ്യക്തി അത് കാണുമ്പോൾ അവൻ അത്രയും വലിയ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്, എന്നിട്ട് അവൻ എത്ര പുഞ്ചിരിയോടു കൂടിയാണ് അവൻ അതിനെയൊക്കെ നോക്കി കാണുന്നതെന്ന്. അപ്പം നമുക്കും മറ്റുള്ളവരോട് പുഞ്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പം പുഞ്ചിരിക്കാൻ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു സങ്കടപ്പെട്ടിരിക്കുന്നൊരു ചേട്ടനോട്, അതായത് ഒരു വയസ്സായ ഒരു അപ്പാപ്പനോട് അമ്മാമ്മയോടൊക്കെ ചിരിക്കാം നമുക്ക്. നമ്മൾ ഹെലൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ അവൾ തിരിച്ചു പോന്നിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ആ വാച്ച്മാനാണ് പറയുന്നത്. കാരണം അവൾ രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ആളെ നോക്കി ചിരിക്കാറുണ്ട്. അപ്പം അവൾ വേറെ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ആ പുഞ്ചിരി എത്ര നല്ല ഒരു ബന്ധമാണ് അവരുടെ ഇടയിൽ ഉണ്ടാക്കിയതെന്ന് നമുക്ക് മനസ്സിലാവും ആ സിനിമ കാണുമ്പോൾ. അതുപോലെ ഇപ്പം എന്തെങ്കിലും പ്രശ്നമുള്ളൊരു വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ കുറേ നാളുകളായി അവർ അങ്ങനെ കുറേ കാലങ്ങളായിട്ട് സംസാരിക്കാറൊന്നുമില്ല. പക്ഷെ എവിടെയെങ്കിലും വെച്ച് ആളൊന്ന് ചിരിച്ചു. അപ്പോൾ നമുക്ക് ഒരു ധൈര്യമോ അങ്ങനെ എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ നമുക്കിനി വീണ്ടും അവരായിട്ട് കൂട്ടായി തുടങ്ങാം. ഇപ്പോൾ ഒരു 2 കുട്ടികൾ തമ്മിൽ പിണങ്ങി, പക്ഷെ അത് വീണ്ടും ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോകുമ്പോൾ ആദ്യമായിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ടായിരിക്കും അവർ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ പുഞ്ചിരിക്ക് അത്രയും വലിയ അർത്ഥമുണ്ട്. ഫ്രാൻസിസ് അസീസി പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക, എന്നാൽ ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, കൈയില്ലാതെയും അത് കാലിനെ പോലെ എന്തോ ഒന്ന് മാത്രം ഉണ്ടായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിക്ക് അത്രയധികം വൈകല്യം ഉണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാൾക്ക് ജീവിതത്തിൻ്റെ ഏത് ദുർമുഖത്തെ നോക്കിയും പുഞ്ചിരിക്കാനാകുന്നു. അപ്പോൾ നമുക്കും പുഞ്ചിരിക്കാം, മറ്റുള്ളവർക്ക് പുഞ്ചിരി പകർന്നു കൊടുക്കാം. അതിലൂടെ വലിയൊരു പ്രതീക്ഷ നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം. നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാം. താങ്ക് യു.